ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നൊരു തനി നാടൻ കായ്ക്കൂട്ട് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി 2 നേന്ത്രക്കായ ഇതുപോലെ അരിഞ്ഞു വെക്കുക. അതായത് നടുക്കെ 4ആയി കീറിയിട്ട് ചെറുതായി അരിഞ്ഞെടുക്കുക. എന്നിട്ട് നല്ലൊരു വൃത്തിയുള്ള മൺചട്ടി എടുത്ത് അതിലേക്ക് നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ച നേന്ത്രപ്പഴവും പിന്നെ 2 പച്ചമുളക് നെടുകെ കീറിയതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇത് മുങ്ങത്തക്ക വെള്ളവും ചേർത്ത് അടച്ച് വെച്ച് കായ് വേകുന്നത് വരെ വേവിച്ചെടുക്കാം. കായ് നല്ലതുപോലെ വെന്തതിന് ശേഷം ഈ ഒരു പാകത്തിന് വെള്ളം ഇതിലുണ്ടായിരിക്കണം കേട്ടോ. അഥവാ വെള്ളം വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് എല്ലാം പാടെ കൂടെ ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് വളരെ ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ടൊന്ന് വെക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ തേങ്ങയും കായും ഒക്കെ പാടെ ഒന്ന് മിക്സ് ചെയ്ത് തേങ്ങയിൽ നിന്ന് അതിൻ്റെ പാല് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്കിതിനേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം. താളിപ്പിന് വേണ്ടി ഒരു വെളുത്തുള്ളിയും 3 ചെറിയുള്ളിയും ഒന്ന് ചതച്ചെടുക്കുക. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 3 കായ്മുളക് ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് ചൂടോടെ തന്നെ കായ്ക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തനി നാടൻ കായ്ക്കൂട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ കമൻസിലേക്കൂടി നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളും ഒക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.